അപ്പം നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ബീഫാണ്. ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ്, അതിനാണ് നല്ല ഫ്ലേവർ. പിന്നെ നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫിൻ്റെ അകത്തുനിന്ന് വെള്ളം കുറച്ച് ഇറങ്ങി വരും. അത് കാരണം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. ഇപ്പം അതാ നമ്മുടെ കുക്കർ അടച്ച് വെച്ച് കൊടുത്തു. ബീഫ് വേകാനായിട്ടൊരു 7 അല്ലെങ്കിൽ 8 വിസിൽ വേണ്ടി വരും. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടുത്ത വിസിൽ മുതൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. വേവിനനുസരിച്ച് നിങ്ങൾ വിസിൽ കൊടുക്കണം. ഞാനിവിടെ ഒരു 8 വിസിലാണ് അടുപ്പിക്കുന്നത്. വിസിലെല്ലാം വന്നതിന് ശേഷം പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് നമുക്കിത് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ വേവ് കുറവാണെങ്കിൽ അടച്ചു വെച്ചിട്ട് 1-2 വിസിൽ കൂടി അടുപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റുമാണ്. ഇത് രണ്ടും ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മുടെ ബീഫിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മുടെ കുക്കർ തുറന്നു വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആടെ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനുള്ള കുരുമുളക്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2-3 പട്ട. ഇത് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ ഒരു 2.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 5 പച്ചമുളക് ഒന്ന് നെടുവേ കീറിയതും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് നമ്മുടെ സ്റ്റൂവിന് വരുന്നത്. അത് കാരണം പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് ആദ്യം 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ഒരു 3/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. 2-ാം പാൽ എന്ന് പറയുന്നത് അധികം കട്ടിയില്ലാത്ത പാലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2-ാം പാലിൽ കിടന്ന് ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 2-ാം പാലിൽ കിടന്ന് ബീഫ് ഒന്നുകൂടി ഒന്ന് കുക്കായിട്ടുണ്ട്. 2-ാം പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ എന്ന് പറയുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ. 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ എടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ചാൽ പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഒത്തിരി പ്രയാസമില്ലല്ലോ ഉണ്ടാക്കാനും, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ തന്നെ കിസ്മിസും എണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റിയാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കാഷ്യൂനട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. എണ്ണയുടെ ചൂടുകൊണ്ട് തന്നെ നമ്മുടെ കിസ്മിസ് മൂത്ത് വരും. നമുക്കിത് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനാണ്. അപ്പോൾ അതാ നമ്മുടെ സ്റ്റൂ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.